ഹായ് ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് അറിയാമോ? നമ്മൾ ഇന്ന് ബീട്രൂട്ട് മസാല ദോശ എന്റെ സ്റ്റൈലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഞാൻ നൈറ്റ് ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ബീട്രൂട്ട് മസാല ദോശ എങ്ങനെ ഞാൻ ആക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ബീട്രൂട്ട് മസാല ദോശയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബീട്രൂട്ടും 2 ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് കുക്കറിൽ വെച്ചിട്ട് വേവിക്കുന്നത് ഞാൻ കട്ട് ചെയ്ത് പീസസ് ആയിട്ടാണ് കേട്ടോ കുക്കറിൽ വെക്കുന്നത്. അത് രണ്ടും കട്ട് ചെയ്ത് പീസസ് ആയിട്ട് കുക്കറിൽ വെച്ചതിന് ശേഷം അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2-3 വിസിലിന് നമുക്കിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ വെച്ചു കേട്ടോ. എനിക്ക് 3 വിസിൽ വെച്ചപ്പോഴാണ് ഏകദേശം വെന്ത് കിട്ടിയത്. ഞാനിവിടെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഒരുമിച്ചാണ് വേവിക്കാൻ വെക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. അപ്പം നമ്മൾ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ട് 3 വിസിൽ ആയിട്ടുണ്ട്. അപ്പോൾ അത് ആയതിനു ശേഷം സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മസാലയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടായി അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം ആക്കിയതിന് ശേഷം നമുക്ക് ആ കടായി ഒന്ന് ചൂടായി വരാൻ വെയിറ്റ് ചെയ്യാം. ചൂടായതിന് ശേഷം ഞാനിവിടെ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴത്തെയും പോലെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം ഞാനിവിടെ കടുവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കടു പൊട്ടിച്ചെടുത്തതിന് ശേഷം ഞാൻ 1 ടീസ്പൂണിൻ്റെ അളവിൽ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ജീരകത്തിൻ്റെ കൂടെ തന്നെ ഞാൻ കായ്മുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കായ്മുളക് ഞാൻ അധികം ഒന്നും എടുക്കുന്നില്ല കേട്ടോ, ഒരു 2 കായ്മുളകേ എടുക്കുന്നുള്ളൂ. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കരിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടൊപ്പം തന്നെ ഞാൻ ഇവിടെ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസ് ഉള്ളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് 2 എടുത്ത്, അല്ലെങ്കിൽ 1 മതിയാകും. കാരണം ഞാനിവിടെ 2-3 ആൾക്കാർക്ക് കഴിക്കാനുള്ള അത്ര ക്വാണ്ടിറ്റി മാത്രമേ ആക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് എല്ലാം കുറവ് മാത്രം എടുത്തത്. അപ്പോൾ ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഏകദേശം ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്ത് പറ്റിയെന്ന് അറിയില്ല, ഈ ബീട്രൂട്ട് വേവിച്ചതിന് ശേഷം ഒരു ലുക്കില്ല. വേവിക്കുന്നതിന് മുമ്പ് ഒരു ലുക്ക് ഉണ്ടായിട്ടില്ല, ഇപ്പോൾ വേവിച്ച് വെച്ചൊരു കളറേ ഇല്ല. അപ്പോൾ ഇനി എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് സ്പാച്ചുലയോ സ്പൂണോ കയ്യിലോ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായി ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ സ്പാച്ചുല വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുരുമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ള കുരുമുളക് കല്ലിലിട്ട് ചതച്ചിട്ടാണ്, അതായത് ചതച്ച് പൊടിച്ചിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും.
കുരുമുളകിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞൾ അധികമൊന്നും വേണ്ട, ഒരു പേരിനൊരു ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു 2 പിഞ്ചിൻ്റെ അളവിൽ മാത്രമേ മഞ്ഞൾ വേണ്ടൂ. മഞ്ഞളും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. മസാല ദോശേൻ്റെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കടായി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ ചുടാനുള്ള പരിപാടികൾ നോക്കാം. അപ്പം നമ്മൾ മസാല ദോശയാക്കാൻ വേണ്ടിയിട്ട് ദോശ ചുടാൻ വേണ്ടി ഞാനിവിടെ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ആ പാന് ചൂടായി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടായതിന് ശേഷം നമുക്ക് ദോശേൻ്റെ കൂട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മളെപ്പോൾ ദോശേൻ്റെ കൂട്ട് ഒഴിക്കുന്ന ടൈം പാന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കൂട്ട് ഒഴിച്ച് പരത്തിയതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഇപ്പം ഞാനിനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശ ഒന്ന് ചൂടായി വരാൻ വെയിറ്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട് ഈ ദോശ എടുക്കാൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം എന്താണെന്നറിയോ, ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് ചപ്പാത്തി ചുട്ടായിരുന്നു. അത് ഈ പാനാലാണ് എടുത്തിട്ട് ചുട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ദോശ കിട്ടുമോ എന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇനി ദോശക്കല്ല് പുതിയത് വാങ്ങിക്കേണ്ടി വരുമോ എന്നും അറിയില്ല. അപ്പം നമുക്കൊന്നൊരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചട്ടുകം വെച്ചിട്ടോ ദോശ ഒന്ന് എടുത്ത് നോക്കാം. വരുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറുങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു ചട്ടുകം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടോ ഇതേപോലെ മൂവ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മസാല ദോശേൻ്റെ മസാല ഈ ദോശയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വേണ്ടത്. അതും മസാല ആഡ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്കായിട്ട് വേണം മസാല ആഡ് ചെയ്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ദോശയൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വൺ സൈഡിൽ നിന്നാണ് ഫോൾഡ് ചെയ്യേണ്ടത്. ഫോൾഡ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ദോശയും ഇതേപോലെ ചുട്ടെടുക്കാം. എനിക്ക് ദോശക്കല്ലിൽ ഇതുവരെ പണി കിട്ടിയിട്ടില്ല കേട്ടോ. ഇതാദ്യമായിട്ട് ഇങ്ങനൊരു പണി. അപ്പോൾ ഇതൊരു വലിയ ലെസനാണ്. ദോശക്കല്ലിൽ ഒരിക്കലും ചപ്പാത്തിയോ വേറെയൊന്നും ആക്കാൻ പാടില്ല. ദോശ മാത്രമേ ചുടാൻ പാടുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കട്ടെ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ദോശയും കൂടി നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അന്നൂസ് കിച്ചൺ സ്റ്റോറീസ് ഫോളോ ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറന്നു പോകരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ബീട്രൂട്ട് മസാല ദോശേൻ്റെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോഴേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ ബൈ.